നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വിലാസ്. പൊടിക്കാറ്റും മഴയും. മുംബൈയിൽ കൂറ്റൻ പരസ്യബോർഡ് തകർന്ന് 14 മരണം, 74 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച മുംബൈയിലെ ഘാട്കോപ്പർ ഏരിയയിലെ പെട്രോൾ പമ്പിൽ കൂറ്റൻ പരസ്യബോർഡ് വീണ് 14 പേർ മരിക്കുകയും 74 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശക്തമായ പൊടിക്കാറ്റും കനത്ത മഴയും നഗരത്തിൽ നാശം വിതച്ചതിനെ തുടർന്നാണ് സംഭവം. പന്തനഗറിലെ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലെ പോലീസ് ഗ്രൗണ്ട് ഇന്ധന സ്റ്റേഷനിലാണ് സംഭവം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്താകെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏറ്റവും പുതുക്കിയ അറിയിപ്പ് അനുസരിച്ച് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. പെരിയ കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവം. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് KPCC. പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ കല്യാണത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് KPCC 2 അംഗ അന്വേഷണ കമ്മീഷനെയാണ് നിയോഗിച്ചത്. KPCC ജനറൽ സെക്രട്ടറി നിയാസ്, രാഷ്ട്രീയ കാര്യസമിതി അംഗം N സുബ്രഹ്മണ്യൻ എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിന് ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി പെൺകുട്ടിയുടെ അച്ഛൻ. സ്ത്രീധനം നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം. കഴുത്തിൽ കേബിൾ കുരുക്കി മകളെ കൊല്ലാൻ ശ്രമിച്ചെന്നും പിതാവ് ഹരിദാസ് പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിൽ പന്തീരാങ്കാവ് പോലീസ് ഭർത്താവ് രാഹുലിനെതിരെ കേസെടുത്തു. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി അന്തരിച്ചു. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് അന്ത്യം സംഭവിച്ചത്. രോഗബാധയെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രചാരണത്തിനും താനില്ലെന്ന് പറഞ്ഞ് കുറച്ചു മാസങ്ങളായി സുശീൽ സജീവ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. സുശീൽ കുമാർ മോദിയുടെ മരണവാർത്ത ബീഹാർ BJP സ്ഥിരീകരിച്ചു. കരമന അഖിൽ കൊലക്കേസ് 2 പ്രതികൾ കൂടി പിടിയിൽ. കരമന അഖിൽ കൊലക്കേസിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. അരുൺ ബാബു, അഭിലാഷ് എന്നിവരെയാണ് പിടികൂടിയത്. അരുണിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് പറയുന്നു. മുഴുവൻ പ്രതികളും പിടിയിലായതായി പോലീസ് അറിയിച്ചു. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. മൂവാറ്റുപുഴയിൽ 8 പേരെ കടിച്ച വളർത്തു നായ്ക്ക് പേവിഷബാധ. നായ ചത്തു. വാക്സിനേഷൻ ഡ്രൈവുമായി നഗരസഭ. മൂവാറ്റുപുഴയിൽ 8 പേരെ കടിച്ച വളർത്തു നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായ ഇന്നലെ ചത്തതിന് പിന്നാലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്നലെ മൂവാറ്റുപുഴ നഗരസഭയുടെ സംരക്ഷണ കേന്ദ്രത്തിൽ നിരീക്ഷിച്ചു വരികയാണ് നായ ചത്തത്. നായയുടെ കടിയേറ്റ 8 പേരും ഇപ്പോഴും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 വയസ്സുകാരിയെ യുവാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ആശുപത്രി ശുചിമുറിയിൽ പെൺകുട്ടി കുളിക്കാൻ കയറിയപ്പോഴാണ് യുവാവ് കയറി പിടിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പുന്നപ്ര കപ്പക്കട സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തി. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു.
കോഴിക്കോട് ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തി. മിംസ് ഹോസ്പിറ്റലിന് തൊട്ടു മുൻപാണ് അപകടം നടന്നത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു. നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത്. ആംബുലൻസിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.